ഈ യാത്ര എവിടേക്കാണ് നിങ്ങൾക്ക് മനസ്സിലായോ? വൈകുന്നേര സമയമാകുമ്പം നമ്മളൊരു ചെറിയൊരു വേട്ടയ്ക്ക് വേണ്ടി ഇറങ്ങാറുണ്ട്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് അയച്ചേട്ടനാണ് ഇന്നത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരെ അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. അങ്ങനെ നമ്മൾ സ്പോട്ട് തിരിക്കുകയാണ്. അജയനെ ഫസ്റ്റിലെ കയറി നോക്കുകയാണ് എല്ലായിടവും. ഇരുട്ടായതുകൊണ്ട് ഇനി ഇഴജന്തുക്കളെല്ലാം ഉണ്ടോയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഫസ്റ്റിലെ ഞാൻ പോകാമെന്ന് പറഞ്ഞ് അജയനെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ ബൈറ്റായിട്ട് ഇടുന്നത് മത്തി തന്നെയാണ്. അയച്ചേട്ടൻ മത്തിയൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചൂണ്ട കൊടുത്തങ്ങ് എറിഞ്ഞ് ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം കിട്ടുമെന്ന്. അങ്ങനെ നമുക്ക് ഇതാ മൂന്നാമത്തെ മീനും അടിച്ചു കയറിയിരിക്കുകയാണ്. മൂന്നാമത്തെ മീനാണ്. ഫസ്റ്റത്തെ 2 മീൻ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. അവൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സൈസ് തന്നെയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കുക ഇത്രയും വലിയ മീൻ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ സന്തോഷത്തോടെ നിന്നപ്പോഴാണ് ഒരു മഴ വന്ന് കയറിയത്. പിന്നെ നേരെ ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ആ മീനുകളെല്ലാം നമ്മൾ കാണിച്ചു തരാം. നമ്മൾ പിടിച്ച മീനുകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റ്. നമ്മൾ പിടിച്ച 3 നെടുമീനും ദാ കിടപ്പുണ്ട്. അജയണ്ണ ഓരോന്നോരോന്ന് മാറ്റി വയ്ക്കുകയാണ്. ഓരോന്നിട്ട് ആ സൈസ് കണ്ടായിരുന്നോ? അല്ല, ഒരു നെടുമീൻ്റെ തല നമ്മൾ വെട്ടി മാറ്റേണ്ട ഗതി വന്ന് ചൂണ്ട അങ്ങ് അത്രയും അത് എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു. അടുത്ത് വെക്കണം. ഒരു രക്ഷയില്ല. വലിയ നഷ്ടമില്ലായിരുന്നു. ജോലി കഴിഞ്ഞിട്ട് മെനക്കെട്ടാലും നമ്മൾ തൂക്കി. അങ്ങനെ നമ്മൾ സന്തോഷമായിട്ട് ഇന്നത്തെ യാത്ര വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോയിൽ ഇതിനെങ്ങനെയാണ് പാചകം ചെയ്യണമെന്ന് നമുക്ക്